മുതലപ്പുഴയിൽ നിന്ന് വീണ്ടും വാർത്തയുണ്ട്. മുതലപ്പുഴ എന്ന് കേൾക്കുമ്പോഴേ പ്രേക്ഷകർ മനസ്സിൽ രണ്ടാമത്തെ വാർത്തയുടെ വാക്ക് മനസ്സിൽ കരുതും. വള്ളം മറിഞ്ഞു അല്ലേ? അതെ, മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞ അപകടം. 5 പേരെ രക്ഷപ്പെടുത്തി. പരിക്കേറ്റ 2 പേരെ പെരുമാതുറയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരാഴ്ചയ്ക്കിടെ ഉണ്ടാവുന്ന 6ാമത്തെ അപകടമാണ്. ഗോകുൽനാഥുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. മറിഞ്ഞു കിടക്കുന്ന വള്ളം കാണാം. അവിടെ നിന്നും 5 പേരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ മുതലപ്പുഴയിൽ കടലിലേക്ക് അത്രയും വലിയ തിരകൾ വന്നിരിക്കുന്നത് കണ്ടു. ഒരുപക്ഷെ ഏറ്റവും സാഹസികമായി മീൻ പിടിക്കാൻ ഇറങ്ങുന്നവരാണ്, വീണ്ടും പറഞ്ഞു, ഏറ്റവും സാഹസികമായിട്ട് മീൻ പിടിക്കാൻ ഇറങ്ങുന്നവരാണ് മുതലപ്പുഴ ഭാഗത്തുള്ള നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ. അവിടെ ആ അഴിമുഖത്തേക്ക് കടക്കുന്ന ഭാഗം അത്യന്തം അപകടകരമാണ്. ശരിക്കും ബർമുഡ ട്രയാങ്കിൾ എന്നൊക്കെ പറയുന്ന പോലെയാണ്. നോക്കൂ, അവരെത്രമാത്രം ബുദ്ധിമുട്ടുകയാണ് ആ കടലിൽ. വള്ളത്തിൻ്റെ മത്സ്യത്തൊഴിലാളികൾ പിന്നീട് അതിൽ പിടിച്ച് കിടന്നാണ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. ബാക്കി തൊഴിലാളികളൊക്കെ അവിടെ ഉണ്ടെങ്കിലും നോക്കൂ, വലിയ രീതിയിലുള്ളൊരു അപകടമായിരുന്നു. ബോട്ട് മറിഞ്ഞു കിടക്കുന്നത് കാണാം. ഗോകുൽനാഥുണ്ട്. ഗോകുൽ, നമുക്ക് എല്ലാവരെയും രക്ഷപ്പെടുത്താൻ സാധിച്ചു. അവരെ ചിലരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നറിയുന്നു. എപ്പോഴായിരുന്നു സംഭവം ഗോകുൽ? ഗുഡ് മോർണിംഗ്. ഡോക്ടർ അരുൺ, ഗുഡ് മോർണിംഗ്. ഒരല്പം നിമിഷം മുൻപാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ആ അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കഠിനംകുളം കായലും അറബിക്കടലും ചേരുന്ന ഭാഗത്താണ് ഈ പൊഴി ഉള്ളത്. പൊഴിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും എടുത്തു പറയേണ്ടത്, പ്രധാനമായിട്ട് മത്സ്യത്തൊഴിലാളികൾ പല കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, ഇത് അപകടം മുൻപായി നിലനിൽക്കുകയാണ്. അശാസ്ത്രീയമായ പൊഴിയുടെ നിർമ്മാണമാണ് ഇത്തരത്തിൽ വലിയ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നതാണ്. എന്തായാലും മത്സ്യബന്ധനം കഴിഞ്ഞ് വരുന്ന സമയത്താണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ തിരയുണ്ടാകുകയും അത്തരത്തിൽ ബോട്ട് അപകടത്തിൽപ്പെടുകയും ചെയ്തത്. എന്തായാലും 5 പേരാണ് ഉണ്ടായിരുന്നത്. 5 പേരെയും രക്ഷപ്പെടുത്താൻ ആയി എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ആഴ്ച തന്നെ ഒരാഴ്ചക്കകത്തുണ്ടാകുന്ന 6ാമത്തെ അപകടമാണെന്നുള്ളതാണ്. കഴിഞ്ഞ കുറേയേറെ നാളുകളായിട്ട് 60ഓളം പേർ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ മരണപ്പെട്ട സ്ഥലമാണ് ഈ പൊഴിമുഖം എന്നുള്ളതാണ്. എന്തായാലും പൊഴി വലിയ അപകട സാധ്യത നിലനിർത്തി തന്നെ നിലനിന്ന് പോവുകയാണ്. 60ഓളം പേരാണ് ഇതുവരെ ആ പ്രദേശത്ത് മരിച്ചു വീണെന്നുള്ളതാണ്. എന്തായാലും ഇതിൽ അന്വേഷണം വേണമെന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ നീങ്ങുകയാണെന്നുള്ളതാണ്. എന്തായാലും ഓക്കെ ഗോകുൽ, ആ ദൃശ്യങ്ങളിൽ തന്നെ അത് വ്യക്തമാണ്. വലിയ അപകട ഭീഷണിയാണ് എപ്പോഴും മുതലപ്പുഴി എന്നുള്ളത്. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് അതൊരു മരണപ്പുഴിയാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നോക്കൂ, ആ പാവം മത്സ്യത്തൊഴിലാളികൾ രാവിലെ കടലിൽ പോകാൻ ഇറങ്ങിയതാണ്. വള്ളം മറിഞ്ഞ് അവർ വെള്ളത്തിൽ വീഴുന്ന സാഹചര്യമുണ്ടായി. 2 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്.